അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വീട്ടിലുള്ള കേട്ടോ, താമസിക്കുന്നിടത്ത് റൂമിലുള്ളത്. ഇന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ഇടും. പിന്നെ എന്താ പറയാൻ വന്നത് വെച്ചാൽ, കുറച്ച് പേരുടെ കമൻറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പറയണത്. ഉമ്മനെ ഡോക്ടറെ കാണിക്കൂ, ഹോസ്പിറ്റലിൽ കാണിക്കൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ കാണിക്കാനിട്ടൊന്നുമല്ല, ഇഷ്ടംപോലെ കാണിച്ചതും ഒക്കെയാണ്. വേറൊരു കമൻറ്റും കൂടി ഉണ്ട്, എടി മുണ്ടേ എന്താണ് അലവലാതിച്ച് ഉമ്മാനെ വെച്ചിട്ട് പണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ സഹായം ചോദിച്ചാണ്ടൊക്കെ ഓരോരുത്തർ ഇതിലും വയ്യാത്ത രോഗികളെ വെച്ച് വീഡിയോ ഇടുന്നില്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചു വരുന്ന നമ്മളെ കഷ്ടപ്പാടുകളും ഒക്കെ തന്നെയാണ് മൈ ലൈഫ്. നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലിടുക, നമ്മളെ ജീവിതകഥ. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ യൂട്യൂബർമാരുണ്ട്, ഓരോരുത്തരുടെ ജീവിതകഥ ഒക്കെ തന്നെയാണ് ഇടുന്നത്, അന്നൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇങ്ങനെ ഒരു ഓപ്ഷൻസ് യൂട്യൂബ് ഉണ്ടാക്കിയത് തന്നെ ഈ കൊറോണ കാലത്ത് കുറേ പാവപ്പെട്ട വീട്ടമ്മമാർക്കും കൂടി വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ്. കൂടുതൽ പേരും അതിലേക്ക് ഇറങ്ങിയതും വന്നതും ഒക്കെ കൊറോണ കാലത്ത് തന്നെയാണ് ചാനൽ തുടങ്ങിയത് ഒക്കെ. പിന്നെ ഉമ്മാനെ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ ഞാൻ ഒരുപാടങ്ങ് ഉണ്ടാക്കി. അത് ഈ കമൻ്റ് ഇട്ടവർക്ക് എന്താ ചെയ്തോ, ഓല് തരുന്നൊന്നുമില്ലല്ലോ പണം. ഓരോന്നങ്ങോട്ട് പറയുക, ഓരോരുത്തരും മനസ്സിലാക്കാൻ കഴിയാതെ മനസ്സിലാക്കാതെ ഇന്നോ ഇന്നലെ കണ്ട ആളുകളാണ്, അല്ലാതെ നമ്മളെ അത്ര അടുത്തറിയുന്നവരൊന്നുമില്ല. പക്ഷെ അടുത്തറിയണവരെ പോലെയാണ് ഒരു കമൻ്റൊക്കെ കണ്ടാൽ. കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തിനാ വെറുതെ അങ്ങനത്തെ കമൻ്റുകളൊക്കെ കയറിയിടുന്നത്? മറ്റുള്ളവരെ കഷ്ടപ്പാടിലും വേദനകളിലൊക്കെ പങ്കുചേർന്ന് ആശ്വസിപ്പിക്കാനല്ലാതെ അതല്ലേ നന്മ. മനസ്സിൽ നന്മ ഇല്ലാണ്ടാണ്. നന്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പറയില്ല. ഒരുപാട് പേര് ആശ്വസിപ്പിക്കുന്നവരുണ്ട് നമ്മളെ കൂടെ, യൂട്യൂബർമാരുമുണ്ട്, സാധാരണ കാണുന്നവരുമുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാം ശരിയാവും താത്ത, റബ്ബ് കാണുന്നുണ്ട്, പടച്ചോൻ തന്നെയല്ലേ എല്ലാറ്റിനും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞങ്ങളും കൂടി ദുആ ചെയ്യുക, ഞങ്ങളൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് സഹായിക്കുന്നവരുണ്ട്, അവർക്ക് വാച്ച് അവർ ആവട്ടെ, പിന്നെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണാൻ രസം മറ്റൊന്നും ഉണ്ടായിട്ടല്ല. നമ്മളെ ജീവിതകഥ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ തയ്യാറാണ്. ഞാനൊരു നുണയും പറഞ്ഞിട്ടില്ല, ഉള്ള കാര്യങ്ങൾ തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ നാട് എവിടെയായിരുന്നു, ജന്മനാടും വീടും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. ഒക്കെ ഉള്ളത് ആദ്യത്തെ വീഡിയോസൊക്കെ പോയി കണ്ട നാട്ടിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മൈ ലൈഫ് പറഞ്ഞാൽ ഇടുക. ഞാനത് തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നതും. പിന്നെ കുക്കിങ്സ് വീഡിയോ എല്ലാവരും ഇപ്പോൾ കുക്കിങ് ചെയ്യുന്നതാണ്. അതന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ അതൊരിതുണ്ടാവില്ലല്ലോ. ഓരോരുത്തർക്ക് മറ്റ് പാവപ്പെട്ടവരൊക്കെ ഓരോരുത്തർ അനുഭവിക്കുന്ന ജീവിതകഥ അറിയാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളറിയാത്ത ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച്, ഹോസ്പിറ്റലിലാണെങ്കിലും പരസ്പരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സങ്കടങ്ങൾ തുറന്ന് പറഞ്ഞ് അപ്പുറത്തെ ബെഡിലുള്ളവരും ഇപ്പുറത്തെ ബെഡിലുള്ളവരും പങ്കുവെക്കുക. അപ്പോൾ എന്തോന്നു, എൻ്റെ മോനൂസ് ഉണ്ട് കേട്ടോ കരഞ്ഞിട്ട് എൻ്റെ തോളിൽ. അവ സമ്മതിക്കണില്ല. ഇപ്പം രാവിലെയാണ് ഞാൻ വീഡിയോ എടുക്കണം കേട്ടോ, കടയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ. വീഡിയോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പോയാൽ ഇവിടെ റേഞ്ച് കുറവാണ്, അവിടുന്ന് വീഡിയോ അപ്ലോഡ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നേരത്തെ വീഡിയോ ഇടുകയും ചെയ്യാം, പെട്ടെന്ന് ഡൗൺലോഡായി കിട്ടും. എന്താ വെച്ചാൽ അവിടെ നിന്നാണെങ്കിൽ റേഞ്ച് ഉണ്ട്. താമസിക്കുന്നത് കുറച്ച് കയറി വന്നിട്ട് കയറ്റത്താണ്, ഇവിടെ റേഞ്ച് കമ്മിയുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഫോൺ റൂമിലും ആയിരിക്കും, ചാർജൊക്കെ ഇട്ടിട്ടൊക്കെ ആവും. അപ്പോൾ റൂമിലേക്ക് തീരെ റേഞ്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ കമൻറ്റ്
ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ. ഒരു ഹുസൈൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല. പിന്നെ സുലൈഖ പിന്നെ അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ്, ഞാൻ ഒന്നും വിചാരിച്ചിട്ടില്ല, അമ്മയുടെ കാര്യമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കമൻ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ കമൻറ്റും വായിക്കാറുണ്ടാവും വിചാരിക്കണം. പിന്നെ മോശം കമൻറ്റുകളൊക്കെ ചിലർ ഇടലുണ്ട്. പിന്നെ നമ്പർ ചോദിച്ചാണ്ട് അത് മക്കളെ നമ്പർ ചോദിക്കുന്നവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ഞാൻ സ്കാനർ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ GP നമ്പർ തരൂ എന്നൊക്കെ പറഞ്ഞാണ്ടാണ് ഞെട്ടത്. പക്ഷേ ചെറുതായിട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഫോൺ നമ്പറിന് വേണ്ടിയിട്ടാണെന്ന്. ഈ GP നമ്പർ തരുന്നവർക്ക് ഇത് സഹായിക്കാനാണെങ്കിൽ ഞാൻ സ്കാനർ ഇട്ട്, അപ്പോൾ അവരാരും എനിക്ക് പൈസ അയച്ചു തന്നിട്ടില്ല. അവർക്ക് മനസ്സിലായി മൊബൈൽ നമ്പറിന് ആവശ്യം വെറുതെ സംസാരിച്ച് ഇരിക്കാനും വേണ്ടിയിട്ട്, വിളിക്കാനും വേണ്ടിയിട്ട്. മക്കളെ അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് നേരമില്ല. 24 മണിക്കൂർ തികയാത്ത ആളാണ് ഞാൻ. കടയിൽ ജോലി ചെയ്യണം, വീട്ടിൽ ജോലി ചെയ്യണം, മക്കളുടെ കാര്യം, എല്ലാ കാര്യങ്ങളും എല്ലാതും വേണം ഞാൻ തന്നെ നോക്കാം. പിന്നെ ഉമ്മാൻ്റെ അത് കണ്ടില്ലേ, ഒരു എന്താ പറയുക, രോഗം വരാണ്ടിരിക്കട്ടെ, വയ്യാത്ത കിടപ്പ് രോഗിയേക്കാളും കഷ്ടമാണ് വീടിൻ്റെ അവസ്ഥ. അങ്ങനെ കണ്ടിട്ടുണ്ടാവും ഉമ്മർത്തൊക്കെ ആകെ അലങ്കോലമാക്കിയിട്ടിട്ട്, അപ്പിയും മൂത്രവും ഒക്കെ ഉണ്ടാവും. ബാത്റൂമിലൊന്നും പോകില്ല അമ്മ. അപ്പോൾ ഒക്കെ അത് കിടക്കണതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഇറക്കില്ല ഒക്കെ കാര്യം സഹിക്കും. വേറെ മാക്സി മുണ്ടിട്ടിട്ട് അതിൽ, അല്ലെങ്കിൽ ഒരു ബക്കറ്റാണ്ട് എടുത്തുണ്ടോ എന്നിട്ട് അതിൽ മൂത്രമൊഴിച്ചിടും. അപ്പോൾ ഉമ്മാൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇച്ചൊരു ഒരുക്കളെ അറിയാം. ചിലപ്പോൾ അറിയും അവർക്ക് പേടിയായിട്ടാ അങ്ങോട്ട് പോകാൻ. അപ്പോൾ എന്താ പട്ടാപ്പകൽ ബാത്റൂമിൽ കയറാൻ എന്താ പേടി? അത് ഇജ്ജെടുത്ത് നിന്നാളെ പറഞ്ഞാളുടെ മറുപടി നമ്മളോടുള്ള ഈറാണ്ട് വെച്ച് തീർക്കും. അതൊക്കെയാണ് അതിൻ്റെ കാട്ടിക്കൂട്ടൽ. അപ്പോൾ അതൊക്കെ ഇതാക്കണം. കിടപ്പ് രോഗിയെക്കാട്ടിലും കഷ്ടമാണ്, കീഴ്മലും മറിക്കും. നമുക്ക് അത്രയും പണികളുണ്ടാവും. അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഫോൺ നമ്പർ കിട്ടിയിട്ടോ സംസാരിക്കാനോ ഒന്നിനും സമയമില്ല കേട്ടോ. അങ്ങനെ ആരും നമ്പർ ചോദിച്ചിട്ട് കാര്യമില്ല. ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ നന്മയുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിലൊക്കെ പോയാൽ കാണാം, സ്കാനർ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ചോദ്യം കേട്ടിട്ട് ഞാൻ ഇട്ടതാണ്. എന്നാൽ അപ്പോൾ സഹായിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ച്. 1000 കിട്ടിയ അതിനെ കൊണ്ടുപോയോ പോയി വരുമ്പോൾ കുതിരട്ടൊക്കെ പോകുമ്പോൾ വണ്ടി കൂലിയെങ്കിലും നമ്മൾക്ക് കൊടുക്കാമല്ലോ, ഓട്ടോ വാടകയെങ്കിലും കൊടുക്കാം. 2500 3000 ഒക്കെ വരുന്നുണ്ട് ഓട്ടോറിക്ഷയ്ക്ക്. അപ്പോൾ അതെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിക്കും, ചിലവും എല്ലാം കൂടിയിട്ട്. പക്ഷെ ചിലരുടെ ഉദ്ദേശം അതൊന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്പറൊന്നും ഞാൻ പബ്ലിക് ഇടില്ല, ആരും ചോദിച്ചിട്ടും കാര്യമില്ല. പബ്ലിക്കായിട്ട് നമ്പർ ഇടാനും താല്പര്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ്, പിന്നെ മന ഡോക്ടർക്ക് കൊണ്ടുപോയി കൂടെ കാണിച്ചൂടെ, അങ്ങനെ കൊണ്ടെടുക്കാതെ കുറച്ച് പേര് അങ്ങനെ ഇട്ടുണ്ട്. അപ്പോൾ അവരോടായിട്ടാണ് ഞാൻ എൻ്റെ അമ്മക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, ഇത് 2018-ത്തെ ബില്ലുകളാണ്, ഹോസ്പിറ്റലിൽ കാണിച്ച ബില്ലുകൾ. അതായത് എവിടെയെന്നറിയോ, എൻ്റെ നാട്ടിൽ കുറച്ച് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആനക്കര ഉമ്മത്തൂർ കേട്ടോ. കണ്ടോ, ആനക്കര കുമ്പടി, ആനക്കര പാലക്കാട് ജില്ല. അവിടെ സെയിലിംഗ് ഡോക്ടറെ കാണിച്ച ലിസ്റ്റുകളൊക്കെയാണിത്. കുറേ ഉണ്ട്, കുറേയൊക്കെ ഉപേക്ഷിച്ചു, നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നോക്കിയപ്പോൾ 1-2 കയ്യിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഇവിടെ കാണിക്കുമ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. ഉമ്മയുടെ പേര് ഉമ്മാത്തു എന്നാണ് കേട്ടോ. അപ്പോൾ മെയ് 2016 കാണിച്ച ബില്ലുകൾ ലിസ്റ്റുകളാണിത്. സെയിലിംഗ് ഡോക്ടറെ ചികിത്സയായിരുന്നു. നല്ലൊരു ഡോക്ടറാണ്, പക്ഷെ പ്രൈവറ്റാണെന്നുള്ളൂ. നല്ലോണം പൈസ വേണം, നല്ല പൈസ വേണം. എന്നുവെച്ചാൽ ഞാനിന്ന് നാട്ടിൽ നിന്ന് വീട്ടിലെടുത്തുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിമറി ചെയ്യാൻ പറ്റിയിരുന്നു, കിട്ടുമായിരുന്നു. പലിശക്ക് ഈ അണ്ണന്മാരെ ഇന്ന് പലിശ കൊടുക്കുന്നവരുണ്ടല്ലോ, അണ്ണന്മാർ
തമിഴന്മാർ. അവരുടെ അടുത്തു നിന്നൊക്കെ ഞാൻ പൈസ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. വാങ്ങും, ഇത് അടച്ച് തീരുമ്പോഴത്തേനും അടുത്ത അഡ്മിറ്റ് 2011. അങ്ങനെ എന്നും മാസങ്ങൾ 2-3 മാസം കഴിയുമ്പോഴത്തേനും ആങ്ങളായിട്ട് വഴിയിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് കൊക്കി പറയാണ്ട് വരും, വർത്തമാനം പറഞ്ഞിട്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവാം അമ്മ. അങ്ങനെ അത് ഏറും, മരുന്ന് കുടിക്കൂല, മരുന്ന് അങ്ങ് നിർത്തും. നമ്മൾ കാണിക്കാനിട്ടോ ചികിത്സിക്കാനിട്ടോ ഇല്ല. അതും പ്രൈവറ്റ് ഹോസ്പിറ്റലിലത്തെ ബില്ലാണ് ഈ കാണുന്നതൊക്കെ. അഡ്മിറ്റ് ആക്കിയിട്ടുള്ള അതിൻ്റെ ബില്ല് വരെ ഉണ്ട്. കുറേയൊക്കെ കളഞ്ഞു, കുറേയൊക്കെ എടുത്ത് വെച്ചു, കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടന്നാണ്ട് നാശമായി പോയിട്ടോ. അപ്പോൾ പറയുന്നവരോട് പറഞ്ഞതാണ്, ഇതുണ്ടോ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നറിയോ? ഡിസ്ചാർജ് ബില്ലാണിത് 32,264. 2021 ജൂൺ 2016 മാസത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഓരോ ദിവസത്തേക്ക് തന്നെ വരുന്നുണ്ട് 2,000 രൂപയോളം. ഇനി 4,000 ഞാൻ അടക്കാൻ ബാലൻസാണ്. 28,000 ഞാൻ അടക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഹോസ്പിറ്റലിൽ കടം പറഞ്ഞിരിക്കുക. പിന്നെ നാട്ടിലുള്ള ഹോസ്പിറ്റലായതുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് വീടും ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ പിന്നീട് അടച്ചാൽ മതി. ഇതുണ്ടോ ചെക്ക്, ഇതാ തന്നണോ, എഴുതി തന്നണോ. 21/6/2016. അതിലും ഇതിലുള്ള ഡേറ്റിൻ്റെ ഡിഫറൻസും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. അപ്പോൾ ഈ അമ്മാനെ കാണിക്കാനിട്ടോ നല്ല ഹോസ്പിറ്റലിൽ ഞാൻ ചികിത്സ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈസ അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ കഴിയില്ല. അന്നുണ്ടായിരുന്നു എനിക്ക് ചായക്കട. അപ്പോൾ ചായക്കട ഞാൻ നാട്ടിൽ ചായക്കട കണ്ടിട്ടുണ്ടാവും, വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അടച്ചിട്ട് കഴിഞ്ഞാൽ കച്ചവടം പോകും. ഒരു ഹോട്ടലിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് അടച്ചിട്ട് കഴിഞ്ഞ് പിന്നെ തുറന്നു കഴിഞ്ഞാൽ കച്ചവടം പോകും. അവിടെയാണ് ഈ യൂണിയൻ്റെ ഡ്രൈവർമാരൊക്കെ കട. താഴത്ത് ആങ്ങളെ കടയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എന്നിട്ട് മത്സരമാണ്, നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കടയിലേക്ക് ഭക്ഷണം പോയാൽ കൊടുക്കൂല, അങ്ങനെയൊക്കെയുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ. അപ്പം ഇനി 7,764 അടക്കണം ഞാൻ മൊത്തത്തിൽ, മരുന്നിൻ്റെ ബില്ലും എല്ലാം കൂടിയിട്ട്. മരുന്നിന് തന്നെ നല്ലൊരു തുക ആവും. ഇതൊക്കെ ഞാൻ തന്നെയാണ് നോക്കിയിരുന്നതും ചെയ്തിരുന്നതും. എന്നിട്ട് ഞാൻ നോക്കണില്ല, അതിൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ആങ്ങളമാർ വെറുതെ പരാതി എഴുതി കൊടുത്തേക്കുക. ഞാൻ അതിന് 13 വയസ്സിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കലും ചികിത്സയും ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് കൊണ്ട് നടക്കൽ തുടങ്ങിയതാണ്. നമ്മളേതെങ്കിലും ഒരു ഓട്ടോ ഡ്രൈവർമാരാണ് പിന്നെ ഒരു ഹെൽപ്പ് ഉണ്ടാവുക. അവിടെ മൂത്താപ്പാടെ മക്കൾക്കൊക്കെ വല്യപ്പാൻ്റെ ഏട്ടൻ്റെ മക്കളിട്ടോ, സ്വന്തമല്ല, ഉമ്മാൻ്റെ അല്ല. അപ്പോൾ അവിടെ അവരൊക്കെയാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അത്രക്കും സഹോദരങ്ങളോ ഉമ്മയുടെ ആങ്ങളാരോ എന്നെ ഹെൽപ്പ് ചെയ്യാറില്ല. മൂന്നാമത്തെ അമ്മാനും നാട്ടിലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെയാണ്. അസ്സലാമു അലൈക്കും.